I am Muralidharan. Very glad to meet you. എവിടെ RC യും CL & DL ഒക്കെ? I am Muralidharan. എത്രയാ ടൈം? Time is 10:30, sir. Sorry, എന്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ്. സാറിന്റെ എത്രയായി? സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട ടൈമാ ചോദിച്ചത്. 10 മണിയാണ് സാർ. എത്ര ആളുണ്ട് ബസ്സിൽ? ഒരു 40, 45, 50 പേരുണ്ടാവും സാർ. സ്റ്റാൻഡിങ് എത്ര? എല്ലാം കൂടെ ചേർത്താണ് സാർ. അതല്ല, കൂടുതലുണ്ടല്ലോ? ഇല്ല സാർ. ഉണ്ടെങ്കിൽ 65-ൽ കുറയാതെ ഉണ്ട്. ചിലപ്പോ. അപ്പൊ ആദ്യം പറഞ്ഞത് നുണ അല്ലേ? കണ്ടീഷൻ മോശമായി ഇതുപോലുള്ള ഒരു ബസ്സിൽ ഓവർലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല. സാർ, പുതിയ ബസ്സിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. അറിയും. I am Gulf Motors. അല്ല, ഓണർ ഓഫ് ദ ഗൾഫ് മോട്ടോർ. I won't allow anybody to violate the rules. ടൈം ഷെഡ്യൂൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പിന്നെ പാർട്ടി പെർമിറ്റ്? അത് നോൺസെൻസ്. കുറെ ആളെയും കയറ്റി ടിക്കറ്റും കൊടുത്ത് അങ്ങ് ഓടുകയാണല്ലേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി, പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസും. നോ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഒക്കെ ശരിയാക്കാം സാർ. സാർ, പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു സാർ. അപ്പൊ NRE അക്കൗണ്ടിൽ എനിക്ക് കേൾക്കണ്ട. രൂപ ടയറൊന്നും റീസോൾവ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു വണ്ടി ഓടിയിട്ട് ഇപ്പൊ ഒരു കാര്യമില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മെഡിസിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. നല്ല വില കൂടിയ മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് മീ സീ ഇറ്റ്. മുറിവിൽ മരുന്ന് പറ്റണം. രൂപയ്ക്കാ 50-100 കൊടുത്ത് ഒഴിവാക്ക്. ഇല്ലെങ്കിൽ തൊട്ടതിന് പിടിച്ചതിനൊക്കെ ചാർജ് ചെയ്യും. കണ്ടക്ടർ സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കൂ. സാർ, മെഡിസിൻ കാണും സാർ. തുറക്കാനാ പറഞ്ഞത്. തുറക്കൂ. ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, ഇതാണോ തന്റെ മെഡിസിൻസ്? സാർ, അതെ സാർ. തൽക്കാലം ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ വാങ്ങിച്ചു വെക്കാന്ന് കരുതിയാ. തൽക്കാലം സാർ ഇത് വെക്കണം. പോരെങ്കിൽ ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണാം സാർ. പ്ലീസ്. എന്താണോ ഇത്? ഇത് എന്താന്നാ ചോദിച്ചത്? ഇത് ചെറിയൊരു കൈക്കൂലിയാണ് സാർ. വാട്ട് യു മീൻ? ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു. ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഓൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ്. ഇറ്റ് ഈസ് എൻ ഇൻസൾട്ട് ടു മൈ ഡിപ്പാർട്ട്മെന്റ്. മൈ ഡിയർ മാൻ, ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു. സാർ, ഞാൻ കണ്ടക്ടർ, this vehicle shall not be used in a public place until the vehicle has been passed as fit for use by the authority competent. Okay? Sir. ആളുകൾ ഇറക്കി വിട്ടോളൂ. Take this vehicle to my office at a speed not exceeding 15 kilometers per hour. ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഒരു അബദ്ധം പറ്റിപ്പോയതാ. I don't want to talk to you. I won't allow anybody to violate the rules. Come on. മറ്റു ചാർജുകൾ എഴുതി തരാം. Come on. കൈക്കൂലി കൊടുത്തതാണ് അബദ്ധമായത്. ഈ ദ്രോഹിയുടെ വാക്ക് കേട്ട് പിന്നെ ഞാൻ. മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ.